Therefore, the theme of this talk is titled Calling People to the Alternative Community, which is the church. ഒരു സഭയെ വേർതിരിച്ച് ഒരു പ്രത്യേക സമൂഹമായിട്ട് വിളിക്കുന്ന ആ ഒരു വിളിയും സഭയും എന്നുള്ള വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കണമെന്നാണ് അതിനാൽ ഞാൻ ആഗ്രഹിക്കുന്നത്. Calling people to the alternative community, which is the church. സഭ എന്ന് പറയുന്നത് വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു പ്രത്യേക സമൂഹമാണല്ലോ. I must say that even in my own country, just some years ago, things were going quite well. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ദക്ഷിണ ആഫ്രിക്കയിൽ കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള അനുഭവം എന്ന് പറയുന്നത് സംഗതികളൊക്കെ വളരെ ഭംഗിയായ രീതിയിൽ പോകുന്ന ഒരവസ്ഥയായിരുന്നു. There was political stability, the economy was growing, we have been in a honeymoon with the democratic government and there was relative peace. രാഷ്ട്രീയമായിട്ടുള്ള സ്ഥിരത അവിടെ ഉണ്ടായിരുന്നു, സാമ്പത്തികമായ ഭദ്രതയുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ജനായത്ത ഭരണത്തിന് കീഴിൽ ഞങ്ങൾ ഒരു രീതിയിൽ പറഞ്ഞാൽ മധുവിധു ആഘോഷിക്കുന്ന ഒരവസരമായിരുന്നു അത്. It was easy to be a Christian because things seem to be going well. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് ആയാസരഹിതമായ ഒരു സംഗതിയായിരുന്നു. Suddenly it is not easy anymore. എന്നാൽ പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അത്ര ആയാസരഹിതമായ ഒരു അനുഭവം അല്ല ഇപ്പോഴുള്ളത്. To be a Christian is no longer easy. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി തന്നെയാണ് അവിടെ. Because every corner that I turn my face to, people keep asking me, where is the church? ഞാൻ ചെന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ തരുണത്തിൽ ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ സഭ എന്താണ് ചെയ്യുന്നത്? They ask that very difficult and penetrating question that was asked by the prophet to the prophet Jeremiah. ജെറമായ പ്രവാചകൻ ചോദിച്ചതുപോലെയുള്ള ഒരു വലിയ ചോദ്യമാണ്, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ആഴ്ന്നിറങ്ങുന്നതായുള്ള ചോദ്യമാണ് എൻ്റെ ജനങ്ങൾ എന്നോട് ചോദിക്കുന്നത്. Is there any word from the Lord for us? എവിടെയെങ്കിലും നമുക്ക് ആശ്വാസത്തിൻ്റെതായുള്ള ഒരു മാർഗം കാണുവാനായിട്ടുണ്ടോ? Because life is difficult where people are. എന്തുകൊണ്ടെന്നാൽ ജനങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതമായി മാറിയിരിക്കുന്നു. For many people, darkness continues to thicken, becoming darker and darker. അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് അവിടെ ഞങ്ങൾക്കുള്ളത്. As they have to face disease, poverty, unemployment and rising inflation. പട്ടിണിയും രോഗവും ജോലി സാധ്യതകളില്ലാത്ത അനുഭവങ്ങളും സാമ്പത്തികമായുള്ള ഭദ്രതയില്ലായ്മയും എല്ലാം ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിച്ചിരിക്കുന്നു. The threat of political instability, struggling just to pay basic bills, leads to unhappiness in life. രാഷ്ട്രീയമായിട്ടുള്ള അനിശ്ചിതത്വം എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഞങ്ങളുടെ മധ്യേ ഉണ്ടാക്കിയിട്ടുണ്ട്. The challenge then that people face is then how can we become Christians around here when things are going so bad and the world seems to be messed up? ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞതായിട്ടുള്ള ഒരു അവസ്ഥയിൽ എങ്ങനെ അർത്ഥവത്തായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ സാധിക്കും എന്നുള്ള വലിയൊരു ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. For me, the situation today in most of our countries is just as it was during the time of Jesus when he came and he called his disciples in Galilee. യേശു ക്രിസ്തു ഗലീലയിൽ വന്ന് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന അവസരത്തിൽ അവിടുത്തെ പശ്ചാത്തലം എന്തായിരുന്നോ അതേ രീതിയിലുള്ള ഒരു പശ്ചാത്തലമാണ് ഞങ്ങളുടെ രാജ്യത്തും ഇപ്പോൾ ഉള്ളത്. You will notice that the text we read in Matthew is placed in chapter 5 just after Jesus has chosen his disciples. ഇവിടെ നമ്മൾ വേദഭാഗം വായിച്ചെടുത്ത് മത്തായിയുടെ സുവിശേഷം
5-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങളാണല്ലോ വായിച്ചത്. അത് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം അവരോട് നടത്തുന്ന പരസ്യമായ ഒരു യോഗത്തിൻ്റെ ഭാഗമാണ് അവിടെ നമ്മൾ വായിച്ചു കേട്ടത്. This was the team that Jesus was going to work with. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം അവരോടൊപ്പം പ്രവർത്തിപ്പാനായിട്ടുള്ള ഒരു ആരംഭമാണ് അവിടെ കുറിക്കുന്നത്. Luke puts these beatitudes in chapter 6. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണെങ്കിൽ 6-ാം അധ്യായത്തിലാണ് ഈ ഒരു പർവ്വത പ്രസംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. After Jesus have performed a few miracles so that the Gentiles can actually be attracted to this Jew who seems to have unique power. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണെങ്കിൽ യേശു ചില അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഇവിടെ നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണമെന്ന് ഈ പർവ്വത പ്രസംഗത്തിലൂടെ പ്രസ്താവിക്കുന്നത്. കാരണം ഒരു പക്ഷെന്നുവരിയിൽ ആ അത്ഭുത പ്രവർത്തനത്തിലൂടെ യവനാന്മാരായിട്ടുള്ള ആളുകൾ, യഹൂദരായിട്ടുള്ള ആളുകൾ ഒരു പക്ഷെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയിൽ ആകർഷിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. So that maybe this Jew has got a new news for them of a new community that they can form. ഒരു പുതിയ സമൂഹം ഉണ്ടാകുവാനായിട്ട് ഇവരിലൂടെ നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാടാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. Jesus' community was desperate for this message and teaching. യേശു ക്രിസ്തുവിൻ്റെ കാലത്തെ ആ സമൂഹം എന്ന് പറയുന്നത് തൻ്റെ പഠിപ്പിക്കലും തൻ്റെ പ്രസംഗങ്ങളും കേൾപ്പാൻ അതീവ വാഞ്ചയോടുകൂടെ ഇരുന്ന ഒരു സമൂഹമായിരുന്നു. Because their community was also struggling just like ours. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടേതുപോലെ തന്നെ അന്നത്തെ ആ സമൂഹവും വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരു സമൂഹമായിരുന്നു. In some aspects they were even worse than us, because at times they didn't even have good human rights observed. എന്നാൽ ഞങ്ങളുടെ അവിടെയുള്ള അവസ്ഥയെക്കാട്ടിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന പല അവസ്ഥകളും യേശു ക്രിസ്തുവിൻ്റെ സമയത്ത് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. You remember that they were actually being ruled by the Romans who occupied their community. നിങ്ങൾക്കറിയാമല്ലോ, ആ സമയത്ത് യഹൂദന്മാരെ റോമാക്കാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. Poverty and violence were rampant in that community. പട്ടിണിയും അതുപോലെയുള്ള മറ്റ് പല രീതിയിലുള്ള പീഡനങ്ങളും സാധാരണമായിരുന്നു അങ്ങനെയുള്ള ആ ഒരു സമൂഹത്തിൽ. The kingdom of God, which is God's rule, was not obviously visible and not being experienced by all people. ദൈവരാജ്യത്തിന്റെ പ്രകടമായ ലക്ഷണങ്ങളൊന്നും അന്നത്തെ ആളുകൾക്ക് സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിച്ചില്ല. It seemed like it was just a pipe dream, not reality. ഇതൊരു വെറും സ്വപ്നമായിട്ട് മാത്രം നിൽക്കുകയാണ് ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളൊക്കെ. അതൊരു യാഥാർത്ഥ്യമായിട്ട് ഇതുവരെ വന്നില്ല. People were longing for something better. കുറച്ചുകൂടെ മെച്ചമായ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി ആളുകൾ ഇങ്ങനെ വാഞ്ചയോടെ കാത്തിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. Even the temple or the church was just a formality. അന്ന് ദേവാലയം എന്ന് പറയുന്നതും വലിയ ഒരു ചടങ്ങിൻ്റെ കേന്ദ്രമായിട്ട് അവശേഷിച്ചു. It was just concerned about the culture of religion and doing rituals to make people feel better. അന്നത്തെ മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ചടങ്ങുകളൊക്കെയും നടത്തുന്ന ഒരു കേന്ദ്രമായിട്ട് മാത്രം അന്നത്തെ ദേവാലയം അവിടെ ശേഷിച്ചു എന്ന് നമുക്ക് കാണാം. Jesus seems to come with fresh news. ഒരു പുതിയ ക്ഷേമമുള്ള ഒരു വാർത്തയോടുകൂടിയാണ് ഇവിടെ യേശു ക്രിസ്തു ഇവിടെ രംഗപ്രവേശനം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. He comes to transform society. സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാനാണ് യേശു ക്രിസ്തു ഇവിടേക്ക് ഇറങ്ങി വരുന്നത്. He comes to bring about a new community. ഒരു പുതിയ സമൂഹം കെട്ടിപ്പടുക്കുവാനായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഇവിടെ യേശു ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നത്. Stanley Hauerwas, one of the great theologians from America, calls this Jesus community a community of character. ഈ ഒരു സമൂഹത്തെ ഒരു തിയോളജിയൻ, ഒരു ദൈവശാസ്ത്രജ്ഞൻ ഇപ്രകാരമാണ് വിവക്ഷിക്കുന്നത്: ഇത് പ്രത്യേക സ്വഭാവങ്ങളുടെ ഉടമയുള്ള ഒരു സമൂഹമാണ്. Things should not stay as they are. ഇങ്ങനെ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ മാത്രം നിന്നാൽ പോരാ.
That's why it is always calling for the kingdom of God, that your kingdom come. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, നിന്റെ രാജ്യം വരണമേ. ആ ഒരു വലിയ പ്രത്യാശയിലാണ് നമ്മുടെ സഭ നിലനിൽക്കുന്നത്. So that we on earth can experience it as it is being experienced by those who are in your household in heaven. എന്നാൽ ഇതൊക്കെ നമുക്കിപ്പോൾ വേണ്ട രീതിയിൽ അനുഭവമായി മാറുന്നില്ല. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലും ഇത് വേണ്ട രീതിയിലുള്ള ഒരു അനുഭവമായിട്ട് ഇതുവരെ മാറിയിട്ടില്ല. As a result, the church becomes a community on earth within a community. അതുകൊണ്ട് സഭയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു സമൂഹത്തിൽ ഒരു പ്രത്യേക സമൂഹമായിട്ട് സഭ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. It becomes an alternative community. ഇത് മറ്റൊരു സമൂഹമായിട്ട് സമൂഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നിലനിൽക്കുന്നു. That points people to hope. അതുകൊണ്ടാണ് സഭ ജനങ്ങൾക്ക് ഒരു പ്രത്യാശയുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നൽകുന്നത്. It points them to new life. ഒരു പുതിയ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ചൂണ്ടുപലക സഭയിലൂടെ നമുക്ക് കാണാം. It points them to that God who is always prepared to make things new. ആ ദൈവത്തിങ്കിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആ ദൈവമോ എല്ലായ്പ്പോഴും നമ്മെ പുതുതാക്കുന്നു, രൂപാന്തരപ്പെടുത്തുന്നു. ആ ഒരു വലിയ കാഴ്ചപ്പാടാണ് ഈ സഭ ചൂണ്ടിക്കാണിക്കുന്നത്. Therefore, we understand it when Jesus starts teaching the Beatitudes. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വേണം യേശു ക്രിസ്തു തൻ്റെ പർവ്വത പ്രസംഗം അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. When he says in this community, ഈ ഒരു സമൂഹത്തിൽ എന്ന് പറയുന്നു, blessed are the poor. ഈ സമൂഹത്തെക്കുറിച്ച് അവിടെ പറയുന്ന ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നത്രേ. For the kingdom of God is theirs. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളത്. Matthew puts it in a much gentle way that sort of neutralizes that text. ഒരു പൊതുവായ രീതിയിലാണ് മത്തായി ഇതിനെ ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ഒരു പ്രത്യേക രീതിയിൽ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി തന്നെ. He says, blessed are the poor in spirit. അപ്പോൾ മത്തായി ഇവിടെ എഴുതിയിരിക്കുന്നത് ആത്മാവിൽ ദരിദ്രർ ആയവരാണ് ഭാഗ്യവാന്മാരെന്നാണ്. For the kingdom of God is there. അവരുടേതാണ് ദൈവരാജ്യം എന്ന് പറയുന്നു. But other writers and other commentators എന്നാൽ മറ്റ് എഴുത്തുകാര് have observed that actually the original text was blessed are the poor. എന്നാൽ അവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മറ്റ് പുസ്തകങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത് ആത്മാവിൽ ദരിദ്രർ എന്നുള്ളതല്ല, ദരിദ്രന്മാർ ഭാഗ്യവാന്മാർ എന്നത്രേ. Not just in spirit alone. അത് ആത്മാവിൽ മാത്രമുള്ള ഒരു ദാരിദ്ര്യത്തെക്കുറിച്ച് മാത്രമല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. They may be poor materially. സാമ്പത്തികമായിട്ടും പട്ടിണി അനുഭവിക്കുന്ന They may ആൾക്കാരുണ്ടായിരിക്കും. be poor in terms of health. അവരുടെ ആരോഗ്യത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടായിരിക്കും. They may be poor in terms of their spirit that is not at peace. അവരുടെ ഉള്ളിലുള്ള ആത്മാവ് സമാധാനം അനുഭവിക്കാത്ത ഒരവസ്ഥയിലായിരിക്കും. അതും ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാണ്. They may be poor because there is conflict around them. അവരുടെ ചുറ്റുപാടും പല രീതിയിലുള്ള ഭിന്നതകളുടെ മധ്യയായിരിക്കും അവർ ജീവിക്കുന്നത്. അതും ഒരു ദാരിദ്ര്യത്തിന്റെ അനുഭവം തന്നെയാണ്. But all those who are poor, എന്നാൽ അങ്ങനെ ദാരിദ്ര്യരായിട്ടുള്ള എല്ലാവരും എന്നാണ് ഇവിടെ പറയുന്നത്. the kingdom of God is ഈ theirs. ദരിദ്രരുടേതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. In the world that we live in, we don't talk about the poor being blessed. ഇന്ന് നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്നവര് ഭാഗ്യവാന്മാരെന്ന് നമ്മൾ സാധാരണ പറയാറില്ല. When we talk about people blessed, at least in my country, we talk about rich people. സാധാരണ ധനവാന്മാരെയാണ് അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് ഞങ്ങളുടെ ദേശത്ത് പറയാറുള്ളത്. We don't talk about poor people and say they are blessed. ഞങ്ങളുടെ ദേശത്തൊന്നും ഇങ്ങനെ പാവം പിടിച്ച ആൾക്കാരല്ലേ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് സാധാരണ പറയാറില്ല. Even if they can be very powerful spiritually, but if they are poor materially, they don't have food, they don't have clothes, they don't have houses, we don't say they are blessed. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആരോഗ്യമില്ലാത്തവര്, കഴിക്കാൻ ഭക്ഷണമില്ലാത്തവര്, താമസിക്കുവാനായിട്ട് ഭവനമില്ലാത്തവര്, ഇങ്ങനെ ലൗകികമായി യാതൊരു സാഹചര്യവും ഇല്ലാത്ത ഒരാളെ കണ്ടുകൊണ്ട് അവര് ഭാഗ്യവാന്മാരാണ് എന്ന് സാധാരണ ഞങ്ങൾ പറയാറില്ല. But in this community,
എന്നാൽ ഈ സമൂഹത്തില് the alternative community, ഈ വ്യത്യസ്തമായ ഈ സമൂഹത്തിൽ the community of Jesus, യേശുക്രിസ്തുവിന്റെ ഈ സമൂഹത്തിൽ the community within the community of the world, സമൂഹത്തിലെ പ്രത്യേകതയുള്ള ഈ സമൂഹം the poor, അവിടെ പാവം പിടിച്ചവരെന്ന് whether പറയുന്നത് they are poor materially, ദരിദ്രർ എന്ന് പറയുന്ന ഒരു സാമ്പത്തികമായ ദരിദ്രം അനുഭവിക്കുന്നവർ whether മാത്രമല്ല, they are poor spiritually, ആത്മീയമായും ദാരിദ്ര്യം അനുഭവിക്കുന്നവര്, in whatever form of poverty. ഏത് രീതിയിലായാലും ദാരിദ്ര്യം But അനുഭവിക്കുന്നവർ when they are members of this community, ഈ ഒരു പ്രത്യേക സമൂഹത്തിന്റെ ഭാഗമായി തീരുമ്പോൾ they are blessed അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. because God എന്തുകൊണ്ടെന്നാൽ ദൈവം is on their side. അവരുടെ പക്ഷത്താണ്. God ദൈവം works with them അവരിൽ പ്രവർത്തിക്കുന്നു. to do away with the area of poverty that they are അവരുടെ experiencing, ദാരിദ്ര്യം മാറ്റുവാനായിട്ട് ദൈവം അവരോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. so that great Peruvian theologian അതുകൊണ്ടാണ് പെരുവിയയിലുള്ള ഒരു ദൈവശാസ്ത്രജ്ഞൻ ഇപ്രകാരം പറയുന്നത്. Gustavo Gutierrez കസ്റ്റാവോ എന്ന് പറയുന്ന ആൾ, ആ ഒരു വ്യക്തി ഇപ്രകാരം പറയുന്നു. turns around and talks of the preferential option for the poor by God. ഈ പാവം പിടിച്ചവരെ അല്ലെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേകമായ പദവിയുണ്ട് എന്നത്രേ പറയുന്നത്. Saying God takes the side of those who are poor. ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ പക്ഷം ചേരുന്ന ഒരു ദൈവം എന്നത്രേ അദ്ദേഹം പറയുന്നത്. So they are no longer alone and poor. അവര് ദൈവം പക്ഷം ചേർന്ന് കഴിഞ്ഞാൽ അവർ ഏകരല്ല, അവർ ദരിദ്രരുമല്ല. For when God is on my side, who shall be against me? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലം ആര്? Because the kingdom of God takes their side and helps them in their struggle against all forms of poverty. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം അവരുടെ പക്ഷം ചേർന്നിരിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ടിൽ അവരെ താങ്ങുവാൻ തക്കവണ്ണം ദൈവം അവരോട് കൂടെയുണ്ട്. Because the kingdom of God calls upon those who are not poor, who have plenty, to share with the poor. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ധാരാളമായി സമ്പത്തുണ്ടെങ്കിൽ അതില്ലാത്തവരുമായിട്ട് നിങ്ങൾ പങ്കിടണം എന്നുള്ള വലിയൊരു വെല്ലുവിളി നമുക്ക് തരുന്നുണ്ട്. Because the kingdom of God says to the poor, stand up for yourself and work yourself out of poverty. നിങ്ങളുടെ ഈ ദാരിദ്ര്യാവസ്ഥയിൽ തന്നെ നിങ്ങൾ കാലിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് ദൈവരാജ്യം അവരെ ആഹ്വാനം ചെയ്യുന്നു. It also encourages those who have the privilege of having people depending on them to support them both financially and otherwise. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെ നിങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വരികിൽ അവരെ സാമ്പത്തികമായും അല്ലാതെയും അവരെ താങ്ങുവാനുള്ള വലിയൊരു ബാധ്യത നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഒരു വെല്ലുവിളിയായി നിങ്ങളോട് പറയുന്നു. And then it becomes the call that we get as the Evangelist Association from Luke chapter 4 verse 8. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. The Lord has called me to proclaim the kingdom of God to the poor. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. To preach good news to those who are experiencing all forms of poverty and say there is a community which is different from other communities. ഇങ്ങനെ ഉള്ള ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നവര്, ദൈവത്തിന്റെ ദാനങ്ങൾ അനുഭവിച്ചിട്ടുള്ളവര്, നമ്മുടെ ഈ സമൂഹം വ്യത്യസ്തമായ ഒരു സമൂഹമാകുന്നു എന്നുള്ള വലിയ ഒരു ദൂതാണ് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കേണ്ടത്. For God works with us ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നു to change these situations that we see around us. നമ്മുടെ ചുറ്റുപാടും കാണുന്ന സാഹചര്യങ്ങളെ വ്യത്യസ്തപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളോടുകൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. The second point that he makes, the blessing, is that blessed are those who mourn, for they shall be comforted. രണ്ടാമത് നമ്മൾ കാണുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്നുള്ളതാണ്. In a community that has a lot of hurting people, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവ് ഏൽക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. the women who are oppressed by culture, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ സ്ത്രീകൾ പലയിടത്തും അടിച്ച് അമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. the young girls in my country who are faced with rape on a daily basis. ഞങ്ങളുടെ രാജ്യത്താണെന്ന് വരികിൽ പെൺകുട്ടികളൊക്കെയും ലൈംഗികമായ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച സാധാരണമാണ്.
the widow who has lost her husband through political violence. രാഷ്ട്രീയമായിട്ടുള്ള പല രീതിയിലുള്ള പീഡനങ്ങളുടെ ഫലമായിട്ട് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട വിധവകളായിട്ടുള്ള അനേകരും ഞങ്ങളുടെ നാട്ടിലുണ്ട്. The worker who is faced with retrenchment because of the economic downturn. ഞങ്ങളുടെ ദേശത്തുണ്ടായിരുന്ന സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് പല രീതിയിൽ ദുഃഖിക്കുന്നതായുള്ള ആൾക്കാരുണ്ട്. Those who live in fear of the future ഭാവിയെക്കുറിച്ച് ഭയത്തോടുകൂടെ കഴിയുന്നതായുള്ള ആൾക്കാര്, because they don't know what might happen to them in their lives. അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ആശങ്കയോടുകൂടിയാണ് അവർ ജീവിക്കുന്നത്. In this alternative community which is the church, എന്നാൽ വ്യത്യസ്തമായ അനുഭവമുള്ള സമൂഹത്തിലെ വ്യത്യസ്തമായ സമൂഹമായിരിക്കുന്ന സഭയിൽ they are blessed. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. The problem is the promise is that they will not be mourning forever. അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം എന്താണെന്ന് അറിയാവോ? നിങ്ങൾ ഇനിയും ദുഃഖിക്കുകയില്ല എന്നുള്ളതാണ്. God is working with them to comfort them. അവരെ ആശ്വസിപ്പാൻ തക്കവണ്ണം ദൈവം അവരോടുകൂടെ അവരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. Pain is reality in our lives today. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. We lose the people we love through diseases we mourn. നമ്മുടെയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേകര് രോഗം മൂലമൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. We see marriages breaking down right in our faces. കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാട് നമുക്ക് കാണാം. And we cannot do anything to help. അവിടെ ഒന്നും നമുക്ക് ചെയ്യാൻ ഒന്നും സാധിക്കാത്ത നിസ്സഹായരായി നമ്മൾ നിന്നു പോവുകയാണ്. So we mourn. അതിന്റെ മധ്യയാണ് നമ്മൾ നിന്നുകൊണ്ട് ദുഃഖിക്കുന്നത്, We കരയുന്നത്. see violence and brutality happening right in our faces with impunity. നമ്മുടെ ഈ സമൂഹത്തിൽ പല രീതിയിലുള്ള പീഡനങ്ങളും യുദ്ധങ്ങളും അക്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാം. And we mourn. അവിടെയൊക്കെയും നമ്മൾ ദുഃഖിക്കുകയാണ്. We lose jobs and opportunities for all the wrong reasons. നമ്മുടെ ഇപ്പോഴുള്ള സാമ്പത്തികമായിട്ടുള്ള ആ ഒരു വീഴ്ചയുടെ ഫലമായിട്ട് പലരും ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു. And we mourn. അവിടെയും അവര് ദുഃഖിക്കുകയാണ്. As a result, a lot of people live with mourning simply because things are not working out. സാഹചര്യങ്ങളൊക്കെയും ഇതുപോലെ പ്രതികൂലമായി തീർന്നതിനാൽ ദുഃഖത്തോടുകൂടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു സമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Jesus promises ഇവിടെയാണ് യേശുക്രിസ്തുവിന്റെ വാഗ്ദാനം നമുക്ക് ലഭിക്കുന്നത്. these things may be happening, ഇതൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം. but in this community ഈ ഒരു സമൂഹത്തിൽ you shall be comforted. നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടുന്നവരായിരിക്കും. You shall not be alone, നിങ്ങൾ ഏകരല്ല. for God is on your side. എന്തുകൊണ്ടെന്നാൽ ദൈവം നിങ്ങളുടെ പക്ഷത്താണ്. Of course, with the arrival of the gospel, സുവിശേഷത്തിന്റെ ആരംഭത്തോടുകൂടെ people are comforted by the church. ആ സഭകളൊക്കെയും ജനങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു വലിയ ദൂത് ഈ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ Through സാധിക്കും. its workers, through its priests, അച്ഛന്മാരിലൂടെ സഭയിൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകരിലൂടെ, and even the gifts that the church gives to people. ജനങ്ങൾക്ക് പരസ്പരം കൊടുക്കുന്ന വിവിധങ്ങളായ ദാനങ്ങളിലൂടെ. So this is real. ഇത് യാഥാർത്ഥ്യമായി മാറുകയാണ്. But it does not end here. എന്നാൽ ഇത് ഇവിടെ തന്നെ അവസാനിക്കുന്നില്ല. It will come to its fullness ഇതിന്റെ പൂർണ്ണതയിലേക്ക് വരുവാൻ പോവുകയാണ്. with the kingdom of God that is among us. ദൈവരാജ്യം നമ്മുടെ മധ്യേ ഉണ്ടല്ലോ. In this alternative community of people who care for one ഈ another. പ്രത്യേക തരത്തിലുള്ള ഈ സമൂഹത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടല്ലോ. All these tears നമ്മുടെ കണ്ണുനീരൊക്കെയും നമ്മുടെ shall be ദുഃഖമൊക്കെയും wiped away. നമ്മുടെ കണ്ണുനീരൊക്കെയും തുടച്ച് For മാറ്റപ്പെടും. God will dwell amongst his people. ദൈവം തമ്പുരാൻ നമ്മുടെ മധ്യേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ He shall be their God, ദൈവം നമ്മോട് കൂടെ ഇരുന്ന് and നമ്മെ they shall be his people. നമ്മൾ ദൈവത്തിന്റെ ജനങ്ങളായി മാറും. That's the message we need to go out with to the world as we call people to this community as the Evangelization Association. നമ്മുടെ സഭയുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, സുവിശേഷീകരണം എന്താണെന്ന് പറഞ്ഞാൽ, ലോകത്തിലൊക്കെയും നമ്മൾ പോയിട്ട് ആളുകളെ ഈ പ്രത്യേകമായുള്ള സമൂഹത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയും ഇവിടെ ആശ്വസിപ്പിക്കുന്നതായുള്ള കർത്താവിന്റെ വചനം അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. Blessed are those who are meek. അവിടെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർക്ക് ശേഷം പറയുകയാണ്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. For they shall be said to be the children of God. അവരെ ഭൂമിയെ അവകാശമാക്കും, ദൈവത്തിന്റെ പുത്രന്മാരായി തീരും.
Meek again is another neutral and weak word. ഇവിടെ മത്തായി ഉപയോഗിക്കുന്നതായുള്ള മത്തായിയുടെ സുവിശേഷത്തിൽ ഉപയോഗിക്കുന്നതായുള്ള പ്രത്യേക പദം ഒരു പ്രത്യേക അർത്ഥത്തിലാണ് അവിടെ ഈ സൗമ്യതയെ ഉപയോഗിച്ചിരിക്കുന്നത്. Matthew is trying to be soft as he's writing for the upper class and for the Jews. ഇവിടെ യഹൂദന്മാർക്ക് വേണ്ടിയും ഉന്നത സ്ഥാനത്തായിരിക്കുന്നവർക്ക് വേണ്ടിയും ഒക്കെ വളരെ ലഘുവായ രീതിയിൽ അവർക്കിത് അംഗീകരിക്കത്തക്ക രീതിയിൽ കുറച്ച് സൗമ്യമായ രീതിയിലാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പ്രത്യേക വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. To avoid an unnecessary conflict. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്നൊരു ധാരണയായിരിക്കാം ഒരു പക്ഷനിവരിൽ ഇതിന്റെ പിറകിലുള്ളത്. Luke puts it well and much more stronger. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കുറച്ചുകൂടെ ശക്തമായ രീതിയിലാണ് പറയുന്നത്. Blessed are you when they hate you. മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ, When they exclude you, when they use you. നിങ്ങളെ ഭ്രഷ്ടരാക്കുകയും അവരെ നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുകയും ചെയ്യുമ്പോൾ, For the Son of Man's sake. ദൈവത്തിന്റെ പുത്രൻ നിങ്ങളോട് പറയുന്നത്, For your reward is big in heaven. നിങ്ങളുടെ ദാനമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന ഫലമെന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൽ അനുഭവിക്കുന്ന ഒരു ഫലമാണ്. Or in the kingdom of God. ദൈവരാജ്യത്തിൽ നിങ്ങൾ അത് അനുഭവിക്കും. This alternative community that we are called to ഈ പ്രത്യേക തരത്തിലുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമായി തീരുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. is built in a secular world. ഈ ലൗകികമായുള്ള ഈ ലോകത്തിൽ ഒരു പ്രത്യേക തന്മയുള്ള സമൂഹമായി തീരുവാൻ നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. A world that does not appreciate God. ദൈവത്തെ വേണ്ട രീതിയിൽ അംഗീകരിക്കുകയോ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുകയോ ചെയ്യാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. Because on the one hand you've got religion. നിങ്ങളുടെ ഒരു കയ്യിൽ നിങ്ങൾക്ക് മതമുണ്ട്. On the other you have science. നിങ്ങളുടെ മറുകൈയിൽ നിങ്ങൾക്ക് സയൻസ് ഉണ്ട്. And so sometimes this community is seen as a community that is backward. ഈ സമൂഹം ഒരു പക്ഷം വരികിൽ അതുകൊണ്ട് പലപ്പോഴും പിന്നോട്ട് പോകുന്ന ഒരു സമൂഹമായിട്ട് അതിനെ ചിത്രീകരിച്ചേക്കാം. So to be part of this alternative community is a challenge on its own. ഈ ഒരു പ്രത്യേക സമൂഹത്തിന്റെ ഭാഗമായി തീരുന്നത് ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത്. Because the world is not just going to embrace you and celebrate you when you call it to this community. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ സമൂഹത്തിന്റെ ഭാഗമായി തീരുമ്പോൾ ലോകം നിങ്ങളെ ആശ്ലേഷിക്കാൻ പോകുന്നില്ല, ലോകം നിങ്ങളെ ഒരു പക്ഷേ അഭിനന്ദിക്കാനും പോകുന്നില്ല. Sometimes it will despise you. ഒരു പക്ഷം വരികിൽ ചിലപ്പോൾ നിങ്ങളെ തള്ളി പറഞ്ഞു എന്ന് വരാം. Sometimes it will make you think you are stupid. നിങ്ങളുടെ കാര്യം കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ഒരു പക്ഷേ നിങ്ങളെ നയിച്ചു എന്ന് വരാം. Sometimes they will persecute you for your belief. നിങ്ങൾക്ക് ചിലപ്പോൾ പീഡനങ്ങൾ തന്നു എന്ന് വരാം. It is in that kind of situation that you will be blessed when you don't retaliate with violence. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ക്രൂരമായി പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ശരിക്കും അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറയുവാനിടയാകുന്നത്. The right word that maybe could be used is that you remain humble. Blessed are those who are humble in the midst of suffering. ഇങ്ങനെയുള്ള കഷ്ടതകളുടെ മധ്യത്തിൽ അങ്ങനെയുള്ള സമൂഹത്തിൽ നിങ്ങൾ എത്രയും വിനയമുള്ളവരായിട്ട് ജീവിക്കുമ്പോഴാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരുന്നത്. For God shall reward that humbleness. അങ്ങനെയുള്ളതിനാണ് ദൈവം പ്രതിഫലം തരുന്നത് നമ്മുടെ വിനയാന്വിത ഭാവത്തിന്. This is because in God's household ഇത് ദൈവത്തിന്റെ ഒരു രാജ്യത്തിൽ നമ്മൾ ആയി തീർന്നിരിക്കുന്നതിനാൽ നമുക്ക് ലഭിക്കുന്നതായുള്ള ഒരു പദവിയാണ്.